തിരിച്ചു വരാം താങ്കൾ. ശ്രീ ജെ ജോസഫ്, താങ്കൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം അതായിരുന്നു. അതായത് നിയമത്തിൻ്റെ വഴിയിൽ അധികം പോകാതെ അതിനും ഉപരിയായി അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയമായ ഒരു പരിഹാരം ഇതിന് ഉണ്ടാക്കേണ്ടതുണ്ട്. അതിന് മുൻകൈ എടുക്കേണ്ടത് കേന്ദ്രമാണ്. പക്ഷേ ഇതിനു മുൻപ് അത്തരം ചർച്ചകൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ അതിനോട് സഹകരിക്കാതിരുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. സ്വാഭാവികമായും തമിഴ്നാട് വളരെ റിലക്റ്റൻ്റ് ആയിട്ട് ഇക്കാര്യത്തിൽ മാറി നിൽക്കുന്നത് ഒരുപക്ഷെ പാട്ടക്കരാർ പുതുക്കുന്നതോടുകൂടി അധികമായി നൽകേണ്ട തുക, അതുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടാകാൻ പോകുന്ന നഷ്ടം, ഇങ്ങനെ പലവിധ സ്വാർത്ഥ താല്പര്യങ്ങളുടെ കൂടി ഭാഗമായാണ്. കേരളത്തിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു ഇനിഷ്യേറ്റീവ് ഇക്കാര്യത്തിൽ പോരാതെ വരുന്നോ പ്രശ്നപരിഹാരത്തിന്? തീർച്ചയായും കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് കേരളത്തിലെ ജനങ്ങൾ നേരിടാൻ പോകുന്ന ദുരന്തത്തിൻ്റെ ആഴം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു തീവ്രമായ ഇടപെടൽ സമീപകാലത്തുണ്ടായിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിസ്സഹായ സമീപനം ഞാൻ മുമ്പ് സൂചിപ്പിച്ചത് വളരെ വേദനയോടെ ഇടുക്കിയിലെ ജനങ്ങൾ കാണുന്ന ഒന്നാണ്. ഇതൊരു കോടതിക്ക് പുറത്ത് ഇരു സംസ്ഥാനങ്ങളിലും തമ്മിലുള്ള ചർച്ചയിലൂടെ പരിഹരിക്കുവാനുള്ള ഒരു അന്തരീക്ഷം പോലും തുറക്കുന്നതിന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ശ്രമമുണ്ടായിട്ടില്ല. തമിഴ്നാട് ഗവൺമെൻറ്റിനെ സമീപിച്ച് അല്ലെങ്കിൽ ജയലളിതയുമായി നേരിട്ടൊരു ചർച്ചയ്ക്ക് അദ്ദേഹം ഒരു അവസരമുണ്ടാക്കുകയോ ഒരു ശ്രമം നടത്തുകയോ ചെയ്തിട്ടില്ല. കേരള മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു ചർച്ച നടത്തുവാനുള്ള ഒരു അവസരം ഈ സമീപകാലങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല. കോടതിയിൽ നിന്നൊരു വിധി വരുമെന്നും ആ വിധിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ദുർവിധിയാണ് ഉണ്ടാകുന്നെങ്കിലും ഈ ജനങ്ങൾ അത് സ്വീകരിച്ചു കൊള്ളും എന്നുള്ള ഒരു ധാരണയിലാണ് ഭരണാധികാരികൾ നീങ്ങുന്നത് എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. രണ്ടാമതൊരു കാര്യം, ഈ സമരത്തിന് CP റോയ് പറയുന്നത് പോലെ പല മുദ്രാവാക്യങ്ങളുണ്ടായിരുന്നില്ല. 2006 ഡിസംബർ 26 ഈ നിരാഹാര സമരവും ചപ്പാത്തിൽ ഉയരുമ്പോൾ ആ പന്തലിൽ എഴുതി വെച്ച ഏക മുദ്രാവാക്യം പുതിയ ഡാം പുതിയ കരാർ എന്നുള്ളതായിരുന്നു. പല കാലങ്ങളിൽ പല രൂപത്തിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം ഇരു സംസ്ഥാനങ്ങളുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ഏറ്റവും പര്യാപ്തമായ നിർദ്ദേശം എന്ന നിലയിലാണ് തമിഴ്നാടിന് ഇപ്പോൾ ലഭിക്കുന്ന അതേ അളവിൽ ജലം ലഭിക്കുകയും കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന രീതിയിൽ പുതിയ ഡാം പുതിയ കരാർ എന്ന നിർദ്ദേശം. CP റോയ്, താങ്കൾ പറഞ്ഞു ഇതിൽ ഉറച്ച മുദ്രാവാക്യങ്ങളില്ല, മുദ്രാവാക്യങ്ങൾ പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട്, മാറേണ്ടതുണ്ട്. പുതിയ ഡാം പുതിയ കരാർ എന്ന മുദ്രാവാക്യം മാറേണ്ടുന്ന എന്ത് സാഹചര്യമാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഉണ്ടായത്? എത്രമാത്രം അപ്രായോഗികമായ ഒരു മുദ്രാവാക്യമാണ് പുതിയ ഡാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഇനിയും കൂടുതൽ വിശകലനം ചെയ്യേണ്ടതുണ്ട്. കാരണം ഇന്ന് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടും കസ്തൂരിരംഗൻ റിപ്പോർട്ടും വന്നതോടുകൂടി ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയയാണ് ഇടുക്കി, തേക്കടി. അപ്പോൾ അത്തരത്തിലുള്ള പ്രദേശത്ത് ഇനി പ്രായോഗികമായി ഒരു പുതിയ ഡാം ഉണ്ടാക്കുക എന്നത് എത്ര അപ്രായോഗികമാണ് എന്നുള്ളത് ഇനിയും നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. മാത്രമല്ല, മുദ്രാവാക്യങ്ങൾ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യുക എന്നത് EJ ജോസഫ് ബാങ്കിൽ നിന്ന് സമയം കിട്ടുമ്പോൾ വല്ല കാലത്തുമൊക്കെ ഞങ്ങളുടെ സമരത്തിൽ വരികയും പ്രത്യേകിച്ചും നല്ല കവറേജ് ഉള്ള സമയങ്ങളിലൊക്കെ സമരത്തിൽ പങ്കെടുക്കുകയും അത് കഴിയുമ്പോൾ പിന്നെ സമരത്തിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തിട്ടുള്ളയാളാണ്. ഇന്ന് അദ്ദേഹം പറയുന്ന അഭിപ്രായം ഞങ്ങൾക്ക് എത്ര മുദ്രാവാക്യം ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം സമരസമിതിയുടെ ഭാരവാഹിയേ അല്ല. ഞങ്ങൾക്ക് 3 മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നു. 1 മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പുതിയ കരാർ, 2 മുല്ലപ്പെരിയാർ തമിഴ്നാടിന് വെള്ളം കേരളത്തിന് സുരക്ഷ, 3 മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യുക. ഇത്തരത്തിലുള്ള 3 മുദ്രാവാക്യങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. ശാശ്വതമായ പ്രശ്ന പരിഹാരത്തിന് ഏറ്റവും ശാശ്വതമായ ഏത് മുദ്രാവാക്യമാണോ ഉതകുന്നത് അത്തരത്തിലുള്ളൊരു മുദ്രാവാക്യം തിരഞ്ഞെടുക്കാനുള്ള അവകാശം സമരസമിതിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരത്തിൽ മറ്റൊരു മുദ്രാവാക്യം അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ, ഇത് ഡിസംബർ 20 ഹിന്ദു പോലെയുള്ള പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഡാം സ്റ്റെയർ കൗൺസിൽ മൂഡ്സ് ടണൽ പ്രപ്പോസൽ എന്ന് ഡിസംബർ 20 ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്തരത്തിൽ മുദ്രാവാക്യങ്ങൾ നമുക്ക് ഏകപക്ഷീയമായ ഒരു മുദ്രാവാക്യം കൊണ്ട് തന്നെ പ്രശ്നത്തിന് പരിഹാരമാകണമെന്ന് നിർബന്ധമില്ല. ഏറ്റവും സുരക്ഷിതമായി കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്ന അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ നമ്മളുടെ മുമ്പിലുള്ളപ്പോൾ അതിനെ മറ്റെന്തെങ്കിലും പുകമറ സൃഷ്ടിച്ചിട്ട് അല്ലെങ്കിൽ വ്യക്തിഹത്യ നടത്തിയിട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയില്ല. പുതിയ ഡാം എന്ന് പറയുന്നത് എത്രമാത്രം അപ്രായോഗികമാണ് എന്നുള്ളത് ഇനി വരും നാളുകളിൽ നമ്മൾ തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ. ജോസഫ്, താങ്കളുടെ മറുപടി, വ്യക്തിപരമായ പരാമർശങ്ങൾക്ക് മറുപടി പറയണമെന്ന് നിർബന്ധമില്ല. മറിച്ച് ഇവിടെ പ്രൊഫസർ പറഞ്ഞതുപോലെ
അപ്രായോഗികമായ ഒന്നായി പുതിയ ഡാം എന്ന ആവശ്യം മാറിയിട്ടുണ്ടോ? അതിനുള്ള മറുപടിയാണ് കേൾക്കേണ്ടത്. ഞാനോ? അതെ അതെ, ശ്രീ ജോസഫ്, താങ്കൾ തന്നെ. ഹലോ, ഞാനാണോ അതെ പറയുന്നത്? അതെ അതെ, താങ്കൾ തന്നെ. 2006 ഡിസംബർ 26 അവിടെ സമരം ആരംഭിച്ചതിന് ശേഷം CP റോയ് ചപ്പാത്തിയിൽ നിന്ന് ഒളിച്ചു പോകുന്നത് വരെ ഒരു സാഹചര്യത്തിൽ പോലും പുതിയൊരു മുദ്രാവാക്യം അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. സമരസമിതിയുടെ ഏതെങ്കിലും യോഗങ്ങളിൽ നമ്മൾക്ക് കാലോചിതമായ ഒരു മാറ്റം ഈ മുദ്രാവാക്യങ്ങളിൽ വരുത്തണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്നു മാത്രമല്ല, അദ്ദേഹം ചപ്പാത്തിൽ നിന്ന് കോട്ടയത്തേക്ക് വണ്ടി കയറുന്ന തലേന്ന് അവിടെ നടക്കുന്ന വാർഷിക സമ്മേളനത്തിൽ പോലും അവിടെ നടന്ന പ്രകടനത്തിൽ പുതിയ ഡാം പുതിയ കരാർ എന്ന മുദ്രാവാക്യം വെച്ചാണ് അദ്ദേഹം ആ സമരത്തെ നയിച്ചത്. എന്തുകൊണ്ട് ഈ മുദ്രാവാക്യം മാറണം? എന്തുകൊണ്ട് പുതിയൊരു തീരുമാനത്തിൽ നമ്മൾ എത്തിച്ചേരണം? ഒരിക്കലെങ്കിലും ഈ സമരസമിതിയുമായി അദ്ദേഹം ചർച്ച ചെയ്യണ്ടേ? ഈ സമരത്തിന്റെ ജീവനാടിയായ ഫാദർ ജോയ് നിരപ്പേലിനോട് പറയണ്ടേ, അച്ഛാ, കാലോചിതമായ ചില മാറ്റങ്ങൾ വേണം, നമ്മുടെ നാടിനിതാണ് നല്ലത്. എന്തെങ്കിലും ഒരു നിർദ്ദേശം, ഗുണകരമായ ഒരു നിർദ്ദേശം CP റോയ് മുമ്പോട്ട് വെച്ചത് സമരസമിതി ഉൾക്കൊള്ളാതിരുന്നിട്ടുണ്ടോ? CP റോയ് രഹസ്യമായി തമിഴ്നാട്ടിലെ ചില കർഷക നേതാക്കളുമായി എന്തൊക്കെയോ ചില ധാരണകൾ ഉണ്ടാക്കുകയും അത് ചപ്പാത്തിലെ സമരപ്രവാസവുമായി ബന്ധപ്പെട്ട പെരിയാർ തീരത്തുള്ള ഒരു മനുഷ്യരോടും ചർച്ച ചെയ്യാതെ എറണാകുളത്ത് പോയി പരിസ്ഥിതി സമ്മേളനത്തിലോ ഹിന്ദുവിന്റെ റിപ്പോർട്ടർമാരോടോ പറഞ്ഞു എന്നുള്ളത് ശരിയായിരിക്കാം. CP റോയ് ചപ്പാത്തിൽ നിന്ന് പോകുന്നതുവരെ ആ വേദിയിൽ നിന്നോ സുഹൃത്തുക്കളോടോ സമരസമിതിയിൽപ്പെട്ട ആരെങ്കിലുമോടോ പുതിയൊരു നിർദ്ദേശം നമ്മൾക്ക് വെക്കാം, പുതിയൊരു തീരുമാനത്തിലെത്താം, നമ്മുടെ മുദ്രാവാക്യങ്ങളിൽ കാലോചിതമായ പരിഷ്കാരം വെക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇത്തരം ചില നിഗമനങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നത്, പെരിയാർ തീരത്തുള്ള മുഴുവൻ ജനങ്ങളും അറിയുന്നത് 2011 ഡിസംബർ 25 സമരസമിതിയുടെ വാർഷികം നടക്കുമ്പോൾ ഇന്ത്യ വിഷനിൽ വന്ന പ്രത്യേക ബുള്ളറ്റിലൂടെയാണ്. അത് കണ്ടുകൊണ്ട് അദ്ദേഹം ആ സമരത്തിന്റെ അധ്യക്ഷ വേദിയിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു. അത് കണ്ട ജനങ്ങൾ ഞെട്ടിത്തെരിക്കുകയാണ് ചെയ്തത്. തൊട്ടു മുമ്പ് ഇദ്ദേഹമല്ലേ പുതിയ ഡാം പുതിയ കരാർ എന്ന മുദ്രാവാക്യം മുഷ്ടി ചുരുട്ടി വിളിച്ചത്? ശ്രീ CP റോയ്, താങ്കൾക്ക് മറുപടി പറയാനുള്ള അവസരം ഞാൻ തരാം. അതിനു മുമ്പ് ഡോക്ടർ TM തോമസ് ഐസക്, ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് മുല്ലപ്പെരിയാർ വിഷയത്തിൽ നമ്മൾ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ, നമ്മൾക്കുണ്ടായിട്ടുള്ള ആശങ്കകൾ, ഇത് ദൂരീകരിക്കാൻ ഒരടി പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ പഴുതടച്ചിട്ടുള്ള ഒരു വിധിയാണ് പുറത്തു വന്നിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇനി സമാന സ്വഭാവമുള്ള ഒരു നിയമം നമുക്ക് പാസ്സാക്കാൻ കഴിയില്ല. 142 അടിയായി ഉയർത്താം. കാലവർഷം അടുത്തു വരികയാണ്. കഴിഞ്ഞ തവണ തന്നെ കാലവർഷം വന്നപ്പോൾ ഇടുക്കി അണക്കെട്ട് നിറഞ്ഞു കവിയുന്ന, അല്ലെങ്കിൽ ഇടുക്കി അണക്കെട്ട് തുറന്നുവിടേണ്ട അടുത്തായ സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടായതാണ്. സ്വാഭാവികമായും ഇനി ഒരു റിവ്യൂ പെറ്റീഷൻ നൽകിയത് കൊണ്ടോ അതല്ലെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ ഒരു പൊളിറ്റിക്കൽ കൺസെൻസസ് ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയമായ പരിഹാരം, അതിന് തമിഴ്നാട് ആദ്യ ശ്രമങ്ങളിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതയോ മുന്നിൽ എങ്ങനെ തെളിയും? സ്വാഭാവികമായി ഇപ്പോൾ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ആശങ്കകൾ അത് പരിഹരിക്കാൻ ഏത് തരത്തിലുള്ള അടിയന്തര ഇടപെടലാണ് ആവശ്യമായിട്ടുള്ളത്? 1886 കരാറിന്റെ സാധ്യത അത് നിയമപ്രശ്നമാണ്. കേരളത്തിൽ ഇങ്ങനെ നിയമം പാസ്സാക്കാൻ അവകാശമുണ്ടോ എന്നുള്ളത് നിയമപ്രശ്നമാണ്. അത് സുപ്രീം കോടതി തീർപ്പിന്റെ മറികടക്കാൻ നമുക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അതേസമയം ഈ ഡാം സുരക്ഷിതമാണോ അല്ലേ എന്നുള്ള നിയമപ്രശ്നമല്ലോ, അത് ശാസ്ത്ര സാങ്കേതിക പ്രശ്നം. അത് നമ്മൾ വെച്ച വാദങ്ങള് ഇന്നിപ്പോ സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. നമ്മളെല്ലാ വാദങ്ങളും വെച്ചു കഴിഞ്ഞോ? നമ്മളെല്ലാ വിശദാംശങ്ങളും പഠിച്ചു കഴിഞ്ഞോ? തൂക്കി ആണോ അവസാന വാക്ക്? അപ്പൊ നമ്മുടെ അടിയന്തരമായിട്ടുള്ള ശ്രദ്ധ പോകേണ്ടുന്ന കാര്യം ഇത് സംബന്ധിച്ച് നമ്മൾ സമയം ഒട്ടേറെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. IIT പഠനം വന്നതിന് ശേഷം അതിനപ്പുറം ഒന്ന് എന്ത് വേണം എന്നതിനെ കുറിച്ച് നമ്മൾ ഗൗരവമായി ചിന്തിക്കുകയോ നീങ്ങുകയോ ചെയ്തിട്ടില്ല. നമുക്ക് വേണ്ടുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ശക്തമായ പ്രതിഷേധം. ആ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ഇവിടുത്തെ ഭയാശങ്കകൾ കണക്കിലെടുക്കുന്നതിന് തമിഴ്നാടുമായിട്ട് അടക്കം ഉഭയകക്ഷി ചർച്ച നടത്തുന്നതിന് കേന്ദ്ര സർക്കാരിനെ നിർബന്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ കരണീയമായിട്ടുള്ള മാർഗം. പ്രൊഫസർ CP റോയ്, ഇവിടെ രാഷ്ട്രീയമായ ഒരു പോംവഴിക്ക് ഉള്ള ശ്രമങ്ങൾ വീണ്ടും തുടങ്ങണം എന്ന നിർദ്ദേശമുണ്ടാകുന്നു. തമിഴ്നാടുമായി ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയം എന്ന നിലയിലാണോ താങ്കൾ മുല്ലപ്പെരിയാർ പ്രശ്നത്തെ ഇപ്പോൾ കാണുന്നത്?
ഇനി സുപ്രീം കോടതിയുടെ അന്തിമ വിധി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ മാത്രമല്ല, നിയമപരമായി കൂടുതൽ പരിജ്ഞാനമുള്ള NK പ്രേമേന്ദ്രനെ പോലുള്ള ആളുകൾ പറയുന്നത് ഇനി നിയമപരമായി നമ്മുടെ മുമ്പിൽ മറ്റു പോംവഴികളില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായി, അതായത് ഇത്രയൊക്കെ ശ്രമങ്ങൾ കേരള ഗവൺമെൻറ്റും മുല്ലപ്പെരിയാർ സമരസമിതിയും കേരളത്തിലെ ജനങ്ങളും നടത്തിയിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് നമ്മുടെ മുമ്പിൽ രാഷ്ട്രീയമായ ഒരു പരിഹാരമാണ്. ഇതിന് പല അവസരങ്ങൾ സുപ്രീം കോടതി നൽകിയിരുന്നു. അതൊന്നും നമുക്ക് ഫലപ്രദമായി പ്രയോഗിക്കാനോ വിനിയോഗിക്കാനോ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ മുമ്പിലുള്ള പോംവഴി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മധ്യസ്ഥതയിൽ 2 സംസ്ഥാനങ്ങളും ഒന്നിച്ചിരുന്നു കൊണ്ട് ശാശ്വതമായ ഒരു പരിഹാരം, അതായത് എക്കാലത്തേക്കും മുല്ലപ്പെരിയാർ പ്രശ്നം 50 വർഷം കഴിഞ്ഞോ 100 വർഷം കഴിഞ്ഞോ പുതിയൊരു ഇഷ്യൂവായി പുതിയൊരു പ്രശ്നമായി തലപൊക്കാതെ പുതിയൊരു പ്രശ്നമായി ഉയരാതെ തന്നെ നമുക്ക് ഈ പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരമാണ്. അത് നമുക്ക് തീർച്ചയായിട്ടും തേടേണ്ടി വരും. ജലനിരപ്പ് 142 ആക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രശ്നം മുല്ലപ്പെരിയാർ തീരദേശവാസികളുടെ ആശങ്ക അങ്ങേയറ്റം രൂക്ഷമാക്കുന്നൊരു പ്രതിസന്ധി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സ്ഥിതിയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് രാഷ്ട്രീയ സമവായത്തിന് ഇനി തീവ്രമായ ശ്രമം നമുക്ക് നടത്തേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ളൊരു പരിഹാരമായിരിക്കും ഈ പ്രശ്നത്തിന് ശാശ്വതമായി ഉണ്ടാക്കാൻ കഴിയുക എന്നാണ് എൻ്റെ വിശ്വാസം. റൈറ്റ്. ജനങ്ങളുടെ ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമാണ് ഉണ്ടാകേണ്ടത്. അതിൻ്റെ രാഷ്ട്രീയ പോംവഴിയാണ് അതിനും വേണ്ട മാർഗമെങ്കിൽ അങ്ങനെ. ഏതായാലും മുന്നിലേക്കുള്ള പാത പൂർണ്ണമായി അടഞ്ഞിട്ടില്ല എന്നാണ് സുപ്രീം കോടതി വിധിയും നമുക്ക് പറഞ്ഞു തരുന്നത്. വളരെയധികം നന്ദി ശ്രീ NK പ്രേമചന്ദ്രൻ, ഡോക്ടർ TM തോമസ് ഐസക്, ശ്രീ EJ ജോസഫ്, പ്രൊഫസർ CP റോയ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഈ സ്പെഷ്യൽ എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്. thank you